ഇന്ത്യൻ ആയുർവേദ പ്രതിരോധ മരുന്ന് കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗപ്രദം എന്ന കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ലോകം ഇനിയും പരിഗണിക്കാത്തത് എന്ന വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ലോകമാകെ മൂടിയ കോവിഡ് മഹാമാരിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ലഭിക്കുന്ന ഏതൊരു ചെറിയ ചാൻസ് പോലും എന്തുകൊണ്ടും പരിഗണിക്കണം. ഇന്ത്യൻ ആയുർവേദ മരുന്നുകൾക്ക് ആധുനിക അലോപ്പതി മരുന്നുകളേക്കാൾ പഴക്കമുണ്ട്. അനേകം അലോപ്പതി മരുന്നുകൾ പോലും പ്രകൃതിയിലെ പലതിൽ നിന്നും ലഭിക്കുന്ന കെമിക്കലുകളിൽ വികസിപ്പിക്കുന്നതാണ്. അതുപോലെ ആയുർവേദ മരുന്നുകളും പ്രകൃതിയിലെ ചെടികളിൽ നിന്നും നിർമ്മിക്കുന്നതാണ്. പ്രകൃതിയിൽ കാണുന്ന ചെടികൾക്ക് മനുഷ്യന്റെ രോഗം മാറ്റാനും വിധിയെ മാറ്റി എഴുതാനുമുള്ള ശക്തിയുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം. ചില ചെടികൾക്ക് മനുഷ്യനെ ജീവിപ്പിക്കാനും ചിലതിന് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ പോലും കൊല്ലാനും സാധിക്കും. ഇന്ധനം, ഗ്യാസ്, റബ്ബർ, വൈദ്യുതി അങ്ങനെ എല്ലാം പ്രകൃതിയിൽ നിന്നും അതിലെ ചെടികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. അത്രയ്ക്ക് കരുത്തുള്ള പ്രകൃതിയിലെ ചെടികളിൽ ചരിത്രാതീത കാലം മുതൽ ഗവേഷണം ചെയ്ത ഭാരത മഹർഷി പരമ്പരകൾ മുതൽ രൂപപ്പെടുത്തിയെടുത്ത ഔഷധ രഹസ്യങ്ങളും ചികിത്സാവിധികളുമാണ് ആയുർവേദം. എന്നാൽ അലോപ്പതി മരുന്നും അതിൻ്റെ വളർച്ചയിലും പ്രകൃതിദത്തമായ പാർശ്വഫലവും കെമിക്കലുമില്ലാത്ത ആയുർവേദ ചികിത്സയ്ക്കും ലോകം പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ബാംഗ്ലൂർ പരബ്രഹ്മ ആയുർവേദ റിസർച്ച് സെന്റർ കോവിഡിന് പ്രതിരോധ മരുന്നാണ് കണ്ടെത്തിയത്. ആയുർവേദ മരുന്നുകളുടെ ഗവേഷണവും ഉൽപാദനവും കൂടാതെ ഇന്ത്യയുടെ പല ഭാഗത്തുമായി ആശുപത്രികളും പരബ്രഹ്മയ്ക്കുണ്ട്. ഇമ്മ്യൂണിസ്റ്റ് ബൂസ്റ്റർ എന്ന റിസർച്ച് സെന്ററിൽ നിർമ്മിച്ച ആയുർവേദ ഔഷധം മനുഷ്യ ശരീരത്തിലെ കോവിഡ് വൈറസിനെ കൊന്നുകളയുമെന്ന് ഈ റിസർച്ച് സെന്റർ പറയുന്നു. ഇത് വെറും ഒരു അവകാശവാദമല്ല. അവർ 10,000-ഓളം കോവിഡ് പോസിറ്റീവ് രോഗികൾക്ക് ഈ പൗഡർ രൂപത്തിലുള്ള പൊടിയും ഒപ്പം ഒരു ആയുർവേദ കഷായവും നൽകി. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന പൗഡറാണ് മുഖ്യ പ്രതിരോധമായി വിതരണം ചെയ്തത്. പ്രതിരോധ ഫുഡ് സപ്ലിമെന്റ് നൽകി 2 ദിവസം കൊണ്ട് കോവിഡ് രോഗികൾ മറ്റ് ഒരു മരുന്നുമില്ലാതെ ഫലം നെഗറ്റീവായി എന്നാണ് റിസർച്ച് സെന്റർ പറയുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെ: ഞങ്ങളുടെ അടുത്ത് രോഗികൾ വന്നപ്പോൾ ശ്വാസമുട്ടലും പനിയും മൂലം പലരും അവശരായിരുന്നു. കോവിഡ് പോസിറ്റീവും, എന്നാൽ 2 ദിവസം കൊണ്ടാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. Good evening everybody. Myself Dr. Ritya Sujit, Ayurvedic physician presently working with Parabrahma Ayurveda Research Group. Few days before we heard that Russia has developed one vaccine against our present health issue COVID-19. It's very pleasure to hear that. But actually they didn't submitted any positive reports for that vaccine. It's very sad to say that our India, our ancient system of medicine Ayurveda, has already developed an immunity booster before 3 months itself. The Parabrahma Ayurvedic group based on Andhra Pradesh, Kerala, Bangalore has developed a food supplement named as immunity booster for this health issue. It actually enhances the immunity power of our human body. After consuming this, thousands of patients got relief from various viral diseases. We have all evidence for this and we are ready to submit all the documents. Andhra Pradesh and Bangalore based allopathy doctors are taking more efforts for the enhancement of this immunity booster. So on this precious day, we proudly say that our country India, our ancient system of medicine Ayurveda, has already introduced the prevention immunity booster against this epidemiological situation. ഇത്ര കൃത്യമായ വിധത്തിൽ തെളിവുകളും ടെസ്റ്റ് റിപ്പോർട്ടും അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണാധികാരികൾ ഇത് പരിഗണിക്കുന്നില്ല എന്നാണ് ചോദ്യം. ഇനി ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ ഇന്ത്യക്ക് ഇപ്പോൾ കോവിഡ് കാലത്ത് ആയുർവേദം വേണ്ട എന്നാണോ? ഇതിനായി ഒരു പ്രത്യേക മന്ത്രാലയവും മന്ത്രിയും ഇന്ത്യ സർക്കാരിനുണ്ട്. എന്നിട്ടും ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ സാധിക്കാവുന്ന ഈ ആയുർവേദ മരുന്ന് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? പരബ്രഹ്മ ആയുർവേദ റിസർച്ച് സെന്റർ പറയുന്നത് ഭാരത സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം. ഇത് തെറ്റോ ശരിയോ? ഈ ആയുർവേദ പ്രതിരോധ മരുന്നിന് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഇനി ഇന്ത്യ സർക്കാരിന് ഇത് വേണ്ട എങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇത് കൈമാറാൻ തയ്യാറാകണമെന്നും പരബ്രഹ്മ ആയുർവേദ റിസർച്ച് സെന്റർ വ്യക്തമാക്കുന്നു. ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യേക രാജ്യങ്ങൾ ഒന്നുമില്ല. ആര് സഹായം ചോദിച്ചാലും നൽകും. എല്ലാ വിദേശ രാജ്യങ്ങളും ഞങ്ങളെ ബന്ധപ്പെടുക. മരുന്നുമായി ഞങ്ങളുടെ ചിലവിൽ വരാം. അവിടെ പരിശോധന നടത്തി ഫലപ്രദമെങ്കിൽ സ്വീകരിക്കാം. ലോകത്തിന് മുഴുവൻ മരുന്ന് നൽകാൻ ഞങ്ങൾക്ക് കഴിയും. ഒരു ദിവസം
10 കോടി ബോട്ടിൽ മരുന്ന് നിർമ്മിക്കാൻ കഴിവുള്ള പ്ലാന്റ് വരെ ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. രോഗികൾക്ക് നൽകിയ മരുന്നിനെ കുറിച്ച് ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ. Hi guys, I am Dr. Reshma Vijay. I am an Ayurvedic doctor working in Parabrahma Ayurveda Hospital and Research Center. Few days back we heard a news regarding COVID-19 vaccine funded by Russia. We didn't get any document regarding this vaccine and it. But 3 months before, Indian-based Ayurveda Hospital and Research Center, it means Parabrahma Ayurveda Hospital Research Center, found a food supplement named as a Parabrahma Immunity Booster. It's given to the thousands of people in India. It's given a miracle result in this condition. We are ready to submit all the documents regarding this. Karnataka and Andhra Pradesh based allopathy doctors took all the effort to enhance the immunity booster to the people. On this special day, we are happy to say that India is the first country to introduce the preventive immunity booster to the world. ഇന്ത്യയിൽ കർണാടകം, കേരളം, ആന്ധ്രാപ്രദേശ്, ദില്ലി ഇവിടങ്ങളിലെല്ലാം മരുന്ന് നൽകി. രോഗികൾ ഫലം വന്നു എന്ന് റിസർച്ച് സെന്റർ പറയുന്നു. അനവധി അലോപ്പതി ആശുപത്രികളിൽ അലോപ്പതി ഡോക്ടർമാർ ഈ മരുന്ന് രോഗികൾക്ക് നൽകുന്നുവെന്നും പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം പറയുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ ആയുർവേദ ഫുഡ് സപ്ലിമെന്റിന് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കെമിക്കലുകളൊന്നുമില്ല. പൂർണ്ണമായി പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ നല്ല കയ്പും ചവർപ്പുമുള്ള ഒരു പൗഡർ മാത്രമാണിത്. 10,000-കണക്കിന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ആയുർവേദ ഔഷധത്തിന്റെ അവരുടെ ശരീരത്തിൽ വരുത്തിയ മാറ്റവും സുഖവുമൊക്കെ. പൊതുവിൽ ആയുർവേദ പ്രോഡക്റ്റിനോട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണ്. പല ആവശ്യങ്ങൾക്കും സൈറ്റ് വിസിറ്റൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. പൊതുവിൽ എപ്പോഴും മൊത്തത്തിലെ ഒരു ക്ഷീണവും അതുപോലെ തന്നെ ഒരു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് യാത്രയും പൊടിയും. ഈ സൈറ്റുകളിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഈ പൊടി പടലങ്ങളും സിമെൻറ്റിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ രാത്രിയൊക്കെ വല്ലാത്ത പ്രയാസപ്പെടാറുണ്ട്. പൊതുവേ നമ്മൾ ആൻറ്റിബയോട്ടിക്കാണ് പ്രിഫർ ചെയ്യാറ്. അതിങ്ങനെ മാറ്റി മാറ്റി ഡോക്ടർ തരാമെന്നല്ലാതെ അതിന് പരിഹാരം ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സുഹൃത്ത് എനിക്ക് തന്നപ്പോൾ ഞാൻ ഇതിനെ വളരെ ഒരു തമാശ രൂപത്തിലാണ് എടുത്തതെങ്കിലും ഞാനത് ഒന്ന് കഴിക്കാൻ ആയിട്ട് തീരുമാനിച്ചു. ഞാൻ 2 ആഴ്ച അടുപ്പിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഒരിക്കലും കുറേ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് വലിയ മാറ്റങ്ങൾ വരികയുണ്ടായി. വളരെയധികം മാറ്റങ്ങൾ. അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പറ്റാത്ത തരത്തിലുള്ള പോസിറ്റീവ് റിസൾട്ടുകളാണ് എനിക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നമുക്ക് നീരുവീഴ്ച, ചുമ, പൊതുവിൽ കൈകാലുകൾ ഇതൊക്കെ തന്നെ മാറിയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് പരിപൂർണമായിട്ടും റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. പരബ്രഹ്മ ആയുർവേദിക്സിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉറപ്പായിട്ടും ഗുണം കിട്ടും. నుంచి మాకు బాగా అయిందని చెప్పు. కషాయం తాగినప్పటి నుంచి చాలా బాగుంది మాకు. రిపోర్ట్ నెగిటివ్ వచ్చింది. రిపోర్ట్ నెగిటివ్ వచ్చిందండి. I use this for the 3 days. It gives me better result. My name is Natalie Garber. I'm from the UK and I am at the Parabrahma Ayurvedic Hospital in Aleppi. I've just come to purchase one of their new immunity booster powders, which is going to help fight off any viruses and help eliminate toxins and help prevent any infections. So I'm looking forward to being very healthy after taking this. ഇത്രയധികം ശുഭസൂചനകൾ വന്നിട്ടും എന്തേ ഈ ആയുർവേദ ഔഷധത്തെ ശാസ്ത്രലോകം തിരിഞ്ഞു നോക്കുന്നില്ല? പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് മെഡിക്കൽ സയന്റിസ്റ്റുകളോട് പറയാനുള്ളത് ഇതാണ്: ദയവായി ജീവൻ വെച്ച് പന്താടരുത്. ഞങ്ങളുടെ ഈ മരുന്ന് നിങ്ങളുടെ പരീക്ഷണശാലയിൽ തന്നെ കൊണ്ടുപോയി നോക്കൂ. ഈ അവസരത്തിൽ ആയുർവേദത്തോട് പ്രതികാരമോ മാറ്റി നിർത്തലോ പാടില്ല. അതിനാൽ ലോകവും ജനവുമാണ് വലുത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം സോളിസിറ്റർ രഞ്ജിത്ത് ഇപ്പോൾ ചേരുന്നു. I have taken up this issue as Parabrahma Ayurvedic Research Institute is doing a wonderful job for a good cause benefiting the entire humanity. I have been instructed by the institute to file a suit before the Honorable Supreme Court of India, directing all the state governments and the union government to get this indigenously
made in India immunity booster tested in their authorized laboratories to test if there is any toxic or harmful substance present that can harm or give adverse or side effects to human beings. If the lab reports are negative, then the government should direct the concerned hospitals to start clinical trial as per approved protocol and publish the results. If the clinical trial result is as what has been claimed by the Parabrahma Institute, the government should ensure that this indigenously developed immunity booster to be given to all corona positive patients so that there is no more further loss of human life due to coronavirus. If the government is not able to do so, even after the clinical trial results are positive, then the concerned should be held responsible for any more deaths that can happen in this country. My office is looking into the possibility and aspects of filing this petition as early as possible. Thank you. കാര്യങ്ങൾ വ്യക്തമാണ്. പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉയർത്തുന്ന വലിയ അവകാശവാദം അത് പരിശോധിക്കാതിരിക്കാൻ ലോകത്തിനാകില്ല. ഇന്ത്യ മാത്രമല്ല, എല്ലാ ലോക നേതാക്കൾക്കും മുന്നിലാണ് ഈ ആവശ്യം അവർ ഉന്നയിക്കുന്നത്. ഏത് രാജ്യത്ത് വരാനും തയ്യാറെന്നും അവർ പറയുന്നു. ഇനിയും ലോകത്ത് COVID-19 മൂലം രോഗികൾ മരിക്കാൻ പാടില്ല. ഇതിനെതിരെ റഷ്യ അടക്കം നിർമ്മിച്ച വാക്സിനേക്കാൾ മുന്നിലാണ് ഞങ്ങളെന്നും പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം അവകാശപ്പെടുന്നു. സ്വന്തം ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ലോക നേതാക്കൾ ഇന്ത്യൻ ആയുർവേദത്തിന്റെ ഈ കണ്ടെത്തൽ അറിയണം, പരിശോധിക്കണം. ജനങ്ങൾ ദാരിദ്ര്യത്തിലും രോഗത്തിലും മരണത്തിലും പിടയുമ്പോൾ പലർക്കും കോവിഡ് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ രാഷ്ട്രീയം ലോകം ഉപേക്ഷിക്കണം. ലോകത്തിന്റെ രക്ഷകനാണ് പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രമെന്നും ബിസിനസ് അല്ല ലക്ഷ്യമെന്നും ഇവർ പറയുന്നു. 10,000-ലധികം കോവിഡ് രോഗികളെ സുഖപ്പെടുത്തി മഹാമാരിക്ക് വഴിത്തിരിവുണ്ടാക്കിയത് ഇന്ത്യ മഹാരാജ്യത്തെ പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് ഇവർ പറയുന്നു. ലോകമാകെ സേവനം ചെയ്യാൻ പരബ്രഹ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ലോക നേതാക്കൾ അനുവദിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.